അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണല്ലോ അത്താഴ സമയം. അത്താഴ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഇജാബത്ത് നൽകുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്താഴ സമയത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അത്താഴ സമയത്ത് 7 പ്രാവശ്യം ചൊല്ലേണ്ട അത്ഭുതകരമായ ഒരു ദിക്റിനെ കുറിച്ചാണ്. ഈ അത്ഭുതകരമായ ദിക്ർ നിങ്ങൾ അത്താഴ സമയത്ത് 7 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ 7000 നന്മ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. 7000 നന്മ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത 7000 പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ കൊണ്ട് നമ്മൾക്ക് മാപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ 7000 ദറജ, 7000 പദവി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഉയർത്തിത്തരും. ഒരുപക്ഷെ ദുനിയാവിലായിരിക്കാം, അതല്ലെങ്കിൽ സ്വർഗത്തിലായിരിക്കും. അള്ളാഹു നമ്മളെ പദവി ഉയർത്തിത്തരട്ടെ. അതോടൊപ്പം തന്നെ 7000 പ്രകാശത്താലുള്ള തൂണുകൾ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതോടൊപ്പം തന്നെ 7000 പ്രകാശത്തിനാലുള്ള ബെഡ്റൂം സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇങ്ങനെ ഒട്ടനവധി ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമുള്ള ദിക്റാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക, ജീവിതത്തിൽ പകർത്തുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യിൽ ഖയ്യൂമുൽ ഖായിം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. ശരിക്കും ശ്രദ്ധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യിൽ ഖയ്യൂമുൽ ഖായിം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യിൽ ഖയ്യൂമുൽ ഖായിം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. ഈ ദിക്റാണ് അത്താഴ സമയത്ത് 7 പ്രാവശ്യം ചൊല്ലേണ്ടത്. അള്ളാഹു ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവെ, ഈ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പദവി നീ ഉയർത്തണേ റഹ്മാനെ. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ ക്ലാസ് കേൾക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്ക് നീ പ്രത്യേക പരിഗണന നൽകണേ റഹ്മാനെ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ റബ്ബേ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ റബ്ബേ. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ടെൻഷനുകൾ അകറ്റിത്തരണേ റബ്ബേ. കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. കടങ്ങളില്ലാതെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ നിനക്ക് ദിക്ർ ചൊല്ലി ഇബാദത്ത് ചെയ്ത് മക്കളെ നോക്കി കുടുംബങ്ങളെ നോക്കി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.